മുന്നേറ്റം ആലപ്പുഴ LDF, കോട്ടയം UDF, ഇടുക്കി UDF, എറണാകുളം UDF എന്നുള്ളതാണ്. തൃശൂർ LDF, പാലക്കാട് LDF, മലപ്പുറം UDF പ്രതീക്ഷകാര്യം തന്നെയാണ്. പാലക്കാട് LDFന്റെ ലീഡ് വരുന്നു. എന്തായാലും ജില്ലാ പഞ്ചായത്തുകളിൽ ഒപ്പത്തിനൊപ്പം പോരാട്ടം നടക്കുന്നു എന്നുള്ളത് UDFന് ആശ്വസിക്കാവുന്ന ഒന്നാണ്. വയനാട് UDF, കണ്ണൂർ LDF, കാസർഗോഡ് UDF എന്നുള്ളതാണ്. 7-7 എന്ന രീതിയിൽ തന്നെ ജില്ലാ പഞ്ചായത്തുകൾ പോകുന്നുണ്ട്. മധ്യ കേരളത്തിൽ കോട്ടയത്തും ഇടുക്കിയിലും എറണാകുളത്തും പത്തനംതിട്ടയിലും മുന്നേറാൻ UDFന് കഴിയുന്നുണ്ട്. മലപ്പുറത്ത് നിലനിർത്താൻ കഴിയുന്നു, വയനാട് നിലനിർത്താൻ കഴിയുന്നു, കാസർഗോഡ് മുന്നേറാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതേസമയം തിരുവനന്തപുരത്തും കൊല്ലത്തും LDFന്റെ മുന്നേറ്റമാണ്. ആലപ്പുഴയിലും അങ്ങനെ തന്നെയാണ്. തൃശ്ശൂരിലുള്ള മുന്നേറ്റവും LDFനാണ്. തൃശ്ശൂരിൽ LDF, പാലക്കാട് LDF, കോഴിക്കോട് LDF, കണ്ണൂരിൽ LDF എന്നുള്ളതാണ്. മുനിസിപ്പാലിറ്റികളിൽ ഇപ്പോൾ 37 LDF, UDF 27 എന്നുള്ളതാണ്. തൊട്ട് പിന്നിൽ തന്നെയുണ്ട്. എറണാകുളം കൊച്ചി കോർപ്പറേഷനിൽ LDF 4 UDF 6 ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. തൃശൂർ പൂങ്കുന്നത്ത് BJP മുന്നിട്ട് നിൽക്കുന്നു. മലപ്പുറം നഗരസഭയിൽ UDF ആണ് മുന്നേറുന്നത്. നെടുമങ്ങാടും വർക്കലയിലും LDFന്റെ മുന്നേറ്റം, നെയ്യാറ്റിൻകരയിലും LDFന്റെ മുന്നേറ്റമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കൊല്ലത്ത് LDFന്റെ വലിയ മുന്നേറ്റം കാണുന്നു. കൊച്ചിയിലാകട്ടെ UDF ആണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് എന്നുള്ളത്. കോർപ്പറേഷനിൽ ലീഡ് നേടിയിരിക്കുകയാണ് UDF എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടി വരികയാണ്. കൊച്ചി കോർപ്പറേഷൻ തിരിച്ചുപിടിക്കുവാൻ UDFന് കഴിയുന്നു എന്ന രീതിയിലുള്ള കാര്യങ്ങൾ തുടക്ക സമയത്ത് വരികയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പോൾ LDFന്റെ ലീഡാണ് കാണുന്നത്. തുടക്ക സമയത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടം വരുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 3-3 എന്നുള്ളതാണ്. LDFും UDFും NDAയും 3-3-3 എന്നുള്ളതാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. അതേസമയം തിരുവനന്തപുരത്ത് മുനിസിപ്പാലിറ്റികളിൽ LDFന്റെ മുന്നേറ്റം തുടരുകയാണ്. വർക്കലയിലും ആറ്റിങ്ങലിലും നെടുമങ്ങാടും നെയ്യാറ്റിൻകരയിലും LDFന്റെ മുന്നേറ്റമാണ് കാണുന്നത്. അതാണ് ചിത്രം. എന്തായാലും കോർപ്പറേഷനുകൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ വലിയ പോരാട്ടം നടക്കുന്ന കോർപ്പറേഷനുകൾ ഇഞ്ചോടിഞ്ച് തന്നെയാണ് കൃത്യമായ സൂചനകൾ വരുന്നത്. തിരുവനന്തപുരത്തിന്റെ ചിത്രം നോക്കൂ. 3-3-3 ഫലം വരുന്ന 9 വാർഡുകളിൽ 3 പേരും 3 ഇടങ്ങളിൽ പങ്കിട്ട് നിൽക്കുന്നു എന്ന ശക്തമായ ചിത്രം തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നും പുറത്തു വരുന്നു. തൃശ്ശൂരിലേക്ക് നോക്കൂ. തൃശ്ശൂരിലേക്ക് വരുമ്പോൾ ഇടതുമുന്നണി 9 ഇടത്ത്, ഒപ്പം കോഴിക്കോടേക്ക് വരുമ്പോൾ 2-1 ഇടതുമുന്നണിയും UDFും. ഇതാണ് ചിത്രം. കണ്ണൂരിലേക്ക് വരുമ്പോൾ ഒപ്പത്തിനൊപ്പം LDFും UDFും ഓരോ സീറ്റുകളിൽ. ഇതാണ് ചിത്രം. ഇതാണ് കോർപ്പറേഷനുകളുടെ ആകെ ചിത്രം. എന്തായാലും ശക്തമായ നീക്കം നടക്കുന്നു. എറണാകുളം കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ അവിടെ UDFന്റെ ലീഡ് വരുന്നുണ്ട്. 6 വാർഡുകളിൽ UDFന്റെ ലീഡാണ്. ഇടതുമുന്നണി തൊട്ട് പിന്നിലുണ്ട് 4 ഇടത്ത്. ഇത് ഒരു പൊതു സൂചനയാണോ, അതല്ലെങ്കിൽ ഇഞ്ചോടിഞ്ച് പ്രകടമാകുന്ന സാഹചര്യമാണോ, കൗണ്ടിങ്ങിന്റെ പുരോഗതിയാണോ? എന്തായാലും കൂടുതൽ വ്യക്തമായ ചിത്രം വരേണ്ടിയിരിക്കുന്നു. എന്തായാലും കൃത്യമായ സൂചനകൾ വരുന്നു. തൃശ്ശൂരിൽ 9 ഇടത്ത് ഇടതുമുന്നണി എന്ന ചിത്രം വരുന്നു. കോഴിക്കോട് 13-4 പ്രകടമാണ്. അത് ഇടതുമുന്നേറ്റം കോഴിക്കോട് എന്നത് വ്യക്തമാണ്. കോട്ടയം ജില്ലയിൽ തീക്കോയി പഞ്ചായത്തിൽ NDA മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. 2 ഇടത്ത് NDA മുന്നിട്ട് നിൽക്കുന്നു. എറണാകുളത്ത് കളമശ്ശേരി നഗരസഭയിൽ LDFന്റെ മുന്നേറ്റം. LDF 5 ഇടത്ത്, UDF 2 ഇടത്ത് എന്നുള്ളതാണ്. കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ LDF 5 ഇടത്ത്, UDF 2 ഇടത്ത് എന്നുള്ളതാണ്. മൂവാറ്റുപുഴയിൽ UDF 1 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. രാമനാട്ടുകര നഗരസഭയിൽ കോഴിക്കോട് UDF ആണ് മുന്നിട്ട് നിൽക്കുന്നത്. മൂന്നിലവ് പഞ്ചായത്ത് LDF മുന്നിട്ട് നിൽക്കുകയാണ്. ഭരണങ്ങാനത്ത് UDF മുന്നിട്ട് നിൽക്കുകയാണ്. കോട്ടയത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. മൂന്നിലവിൽ LDF, ഭരണങ്ങാനത്ത് UDF മുന്നിട്ട് നിൽക്കുന്നു. കാസർഗോഡ് മടിക്കൈ പഞ്ചായത്തിൽ LDFന്റെ ലീഡാണ്. നീലേശ്വരം നഗരസഭ കാസർഗോഡ് LDF ലീഡ് ചെയ്യുകയാണ്. 2 നഗരസഭകളുള്ള കാസർഗോഡ് നീലേശ്വരം നഗരസഭയിൽ LDF ആണ് ലീഡ് ചെയ്യുന്നത്. ഇതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം. വൈക്കം ചെമ്പിൽ ഇടതുമുന്നണി ലീഡ് ചെയ്യുന്നു എന്നുള്ള വിവരവും കിട്ടുന്നു. അതാണ് ചിത്രം. ഇതാണ് സാഹചര്യം. സംസ്ഥാനത്ത് വേഗത്തിൽ അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. കോട്ടയത്തെ ചില മലയോര മേഖലകളിൽ NDAയുടെ മുന്നേറ്റമെന്ന സൂചനകൾ ആദ്യഘട്ടത്തിൽ ഉണ്ടാവുന്നുണ്ട്. ഇത് പൊതുസൂചനയാണോ, അതല്ലെങ്കിൽ ആദ്യമായി അപ്ഡേറ്റ് ചെയ്ത വാർഡുകളുടെ പ്രത്യേകതയാണോ എന്നതിൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും കോർപ്പറേഷനുകളിലേക്ക് പോകുമ്പോൾ കോർപ്പറേഷനുകളുടെ സാഹചര്യം ഇതാണ്. തിരുവനന്തപുരത്ത് അതിശക്തമായ പോരാട്ടം നടക്കുന്ന തിരുവനന്തപുരത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നതാണ് ചിത്രം. 3-3-3 അതിൽ അപ്ഡേറ്റ് വരുന്നില്ല. ഒപ്പം മറ്റ് കോർപ്പറേഷനുകളുടെ ഫലം കൂടി നിർണായകമാകുന്നു എന്നതാണ് സാഹചര്യം. തിരുവനന്തപുരത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഉണ്ടാവുന്നത്. തിരുവനന്തപുരത്ത് 9 ഇടത്ത് ഇടതുമുന്നണി എന്ന ചിത്രം, കൊല്ലത്ത് 11, UDF 3 എന്ന ചിത്രം അവിടെ ഉണ്ടാകുന്നു. കൊച്ചിയിൽ ഇടതുമുന്നണി 14, UDF 14, NDA 2 എന്ന ചിത്രമുണ്ടാകുന്നു. തൃശ്ശൂരിൽ 9 ഇടതുമുന്നണി 8 UDF എന്ന ചിത്രം വരുന്നു. ഒപ്പം കോഴിക്കോട് ഇടതുമുന്നണി തന്നെ 13, UDF 4, കണ്ണൂരിൽ ഇടതുമുന്നണി 9, UDF 8. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് അതും സംഭവിക്കുന്നത്.